കാസർഗോഡ് തേനീച്ചയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. നെല്ലിക്കട്ട സ്വദേശി ഷിഫയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വിദ്യാർത്ഥിനിയെ തേനീച്ചക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ കെട്ടിട നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ബിജേഷിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് വിദ്യാർത്ഥിനിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. നെല്ലിക്കട്ടയിൽ നിന്ന് അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. നമ്മളിപ്പോൾ കണ്ട ആ CCTV ദൃശ്യങ്ങളിലുള്ളത് ഒരു തേനീച്ചക്കൂട്ടം വിദ്യാർത്ഥിയെ ആക്രമിച്ചതും അങ്ങനെ ഒരാൾ ഓടി വന്ന് രക്ഷപ്പെടുത്തുന്നതുമാണ്. ആ സംഭവം ഉണ്ടായത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. ഇത് നെല്ലിക്കട്ടയിലുള്ള എതിർത്തോട് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ എതിർത്തോട് വെച്ചാണ് +2 വിദ്യാർത്ഥിനിയായ ഷിഫ ഈ റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്നത്. അത് കണ്ട ബിജേഷ് ഇവിടെ പെയിന്റിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹമാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയതല്ലേ? അതെ. എന്താ സംഭവം ഉണ്ടായത്? ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ ഒന്ന് നോക്കി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, കുട്ടികളല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നോക്കുമ്പോൾ തേനീച്ചക്കൂട്ടം കടന്നിൽ കൂടെ മൊത്തമായിട്ട് കടന്ന് പിടിച്ചായിരുന്നു. അങ്ങനെ ഓടി പിടിച്ച് വന്നിട്ട് അവൾ വിളിച്ചുകൊണ്ട് പോയി ഞാൻ അങ്ങോട്ട് മുകളിൽ റൂമിനകത്ത്. അതുവരെ കടന്നിൽക്കൂട്ടം അങ്ങനെ വന്നായിരുന്നു. അതുവരെ പരിക്ക് പറ്റിയിരുന്നു. അല്ല കുട്ടിക്ക് മൊത്തം മുഖം മൊത്തം കടിച്ചിരിക്കുക. കൈ മുഖം മൊത്തം. എനിക്ക് കണ്ണും ചെവിയും ഇതൊക്കെ ആയിരുന്നു. കുട്ടി പിന്നെ രണ്ടാമത് ഇവർ കാർ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം ICUണ്ടായിരുന്നു കുട്ടി. ഇന്നലെ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ യാത്രക്കാർ? ഇല്ല, വേറെ ആരും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ട് നിന്നായിരുന്നു. പക്ഷെ ആരും വന്നില്ല. ഞാൻ ഓടി വിളിച്ച് വന്നിട്ട് ഇവിടെ കൊണ്ടുപോയി കടന്നുകൂട്ട് പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിനകത്ത് വിട്ടു. റൂമിനകത്ത് രണ്ടാമത് കടന്നു പോയ ശേഷം ഹോസ്പിറ്റലിൽ തിരിച്ച് കൊണ്ടുപോയതാണ്. ബിജേഷിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ആ കുട്ടിയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഷിഫ ഇപ്പോൾ ചെങ്കളയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നിപ്പോൾ റൂമിലേക്ക് മാറ്റിയെന്നാണ് കുടുംബം പറയുന്നത്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.